ദ്വിദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി ഇന്ന് ഇസ്രായേലിലേക്ക്. ഈ എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് മോദി ബെഞ്ചമിൻ നെതന്യാഹു കൂടിക്കാഴ്ച. സ്വതന്ത്ര വ്യാപാര കരാറിൽ ചർച്ച നടന്നേക്കുമെന്നറിയുന്നു. ഇസ്രായേൽ പാർലമെന്റിനെ മോദി അഭിസംബോധന ചെയ്യും. എപ്സ്റ്റീൻ ഫയൽസ് വിവാദങ്ങൾക്കിടെ പ്രധാനമന്ത്രി വീണ്ടും ഇസ്രയേലിൽ എത്തുകയാണ്. രാജ്യത്താണെങ്കിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള വലിയ പ്രതിഷേധമുണ്ട് ഇന്ത്യ US വ്യാപാര കരാറിൽ. ഇന്നലെ കർഷക പഞ്ചായത്തും ഭോപ്പാലിൽ നമ്മൾ കണ്ടു. PR സുനിലുണ്ട് ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. PR സുനിൽ, വെരി ഗുഡ് മോർണിംഗ്. PR സുനിൽ, എപ്സ്റ്റീൻ ഫയൽ വിവാദത്തിൽ നമ്മുടെ നരേന്ദ്രമോദി ഇസ്രായേലിലേക്ക് പോയത് എപ്സ്റ്റീന്റെ നിർദ്ദേശമനുസരിച്ചാണെന്നും അനിൽ അംബാനിക്ക് കൊടുത്ത മെയിലിൽ ആ എപ്സ്റ്റീൻ ഫയലിൽ ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. അമേരിക്കയുടെ താല്പര്യത്തിന് വേണ്ടി ഇസ്രായേലിൽ പോയി ആടിക്കളിച്ചു എന്നൊക്കെയാണ് എപ്സ്റ്റീൻ എഴുതി പിടിപ്പിച്ചിരുന്നത്. വീണ്ടും ഒരിക്കൽ കൂടി നരേന്ദ്രമോദി ഇസ്രായേലിലേക്ക് പോവുകയാണ്. വീണ്ടും വിവാദത്തിലാകുമോ ഈ ഇസ്രായേൽ സന്ദർശനം? PR സുനിൽ. ഗുഡ് മോർണിംഗ് അരുൺ. ഏതായാലും 2017 ഇതിനു മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിക്കുന്നത്. ആ സന്ദർശനം വലിയൊരു നയതന്ത്ര രംഗത്തെ വലിയൊരു നിലപാട് മാറ്റം കൂടിയായിരുന്നു. അതുവരെ പലസ്തീനൊപ്പം നിൽക്കുക എന്നതായിരുന്നു ഇന്ത്യയുടെ അന്താരാഷ്ട്ര നിലപാട്, നയതന്ത്ര നിലപാട് എന്നത്. അത് മാറ്റിക്കൊണ്ടാണ് മോദി 2017 ഇസ്രായേലിലേക്ക് പോകുന്നത്. അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇപ്പോൾ ജെഫ്രി എപ്സ്റ്റൈൻ ലൈംഗിക കുറ്റവാളിയും അതുപോലെ തന്നെ ശതകോടീശ്വരനുമായി അമേരിക്കൻ ജയിലിൽ കഴിയുകയും അവിടെ ജയിലിൽ കിടന്ന് മരിക്കുകയും ചെയ്ത ജെഫ്രി എപ്സ്റ്റൈന്റെ ഫയലുകൾ പുറത്തു വന്നപ്പോൾ 2017 മോദിയുടെ ഇസ്രായേൽ സന്ദർശനം ട്രംപിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാനായിരുന്നു എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ട്രംപിന് വേണ്ടി ചില കാര്യങ്ങൾ താൻ പറഞ്ഞതനുസരിച്ച് മോദി ഇസ്രായേലിൽ ചെയ്തു എന്ന് ജെഫ്രി എപ്സ്റ്റൈന്റെ ഈ ഒരു വെളിപ്പെടുത്തലിലുണ്ട്. അത് വലിയ വിവാദമായി തുടരുന്നു. പ്രതിപക്ഷം അത് ശക്തമായി മോദിക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് പെട്ടെന്ന് ഇസ്രായേലിലേക്ക് പോകാനുള്ള മറ്റൊരു യാത്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനിക്കുകയും ഇന്നിപ്പോൾ രാവിലെ 9 മണിക്ക് ദില്ലിയിൽ നിന്ന് ഇസ്രായേലിലേക്ക് പുറപ്പെടുകയും ചെയ്യുന്നത്. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 4 മണിയോടെയാണ് പ്രധാനമന്ത്രി ഇസ്രായേലിലെത്തുക. അതിന് തൊട്ട് പിന്നാലെ തന്നെ പ്രധാനമന്ത്രി നെതന്യാഹുമായി മോദി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. നാളെയും ഇസ്രായേലിൽ മോദി തങ്ങുന്നുണ്ട്. ഏതായാലും ഈ കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം എന്ന് ഔദ്യോഗികമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ഇന്ത്യ ഇസ്രായേൽ വ്യാപാര കരാർ ഒപ്പുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒന്ന്, രണ്ടാമത്തേത് പ്രതിരോധ രംഗത്ത് പുതിയ കരാറുകൾ ഒപ്പുവയ്ക്കുക. അങ്ങനെ ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ രണ്ട് മേഖലകളിൽ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ഉണ്ടാകും. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട ചില കരാറുകളിൽ ഒപ്പുവയ്ക്കും എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും വലിയ വിവാദങ്ങൾക്ക് നടുവിലാണ് പ്രധാനമന്ത്രിയുടെ ഇത്തവണത്തെയും ഇസ്രായേൽ സന്ദർശനം. ഓക്കെ, അതാണ് വീണ്ടും ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി ഇസ്രായേലിലേക്ക് വിമാനം കയറുമ്പോൾ വിവാദങ്ങളും വിമാനത്തിൽ പറന്നിറങ്ങുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഒരിക്കൽ പോയതാണ് ഇസ്രായേലിൽ. അതാണ് അനിൽ അംബാനിക്ക് എപ്സ്റ്റീൻ എഴുതിയത്. ഇസ്രായേലിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പറഞ്ഞു വിട്ടത് ഞാനാണ് എന്ന മട്ടിലുള്ള ചില പരാമർശങ്ങളൊക്കെ കണ്ടിരുന്നു. അതും എപ്സ്റ്റീൻ്റെ ഫയൽസിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ പേര് വരുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടാവും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുഹൃത്തുക്കൾ ആയിരിക്കുക ഡൊണാൾഡ് ട്രംപ്, ഇസ്രായേലിൽ ബെഞ്ചമിൻ നെതന്യാഹു, ഇവരൊക്കെയായിട്ടാണ്. എന്നാൽ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ സുഹൃത്തുക്കൾ ആരൊക്കെയായിരുന്നു? ജവഹർലാൽ നെഹ്റു, യുഗോസ്ലാവിയയിലെ മാർഷൽ ടിറ്റോ, അതേപോലെ ഈജിപ്തിലെ നാസർ, ഇവരൊക്കെ ആയിട്ടായിരുന്നു നെഹ്റുവിൻ്റെ ബന്ധം. നെഹ്റു ഈജിപ്ത്, ഇസ്രായേൽ അങ്ങനെയുള്ള നോൺ അലൈൻഡ് രാജ്യങ്ങളുമായിട്ടായിരുന്നു കൂടുതൽ സൗഹൃദം പുലർത്തിയിരുന്നത്. ഇവിടെ വരുമ്പോൾ അമേരിക്ക, ഇസ്രായേൽ, ഈ രാജ്യങ്ങളൊക്കെ ആയിട്ടാണ് ബന്ധം. കാലത്തിൻ്റെ മാറ്റം, നെഹ്റുവിൽ നിന്ന് മോദിയിലേക്കുള്ള മാറ്റം ഒരു വലിയ മാറ്റമാണ്. ഒരു കടലിൻ്റെ ആഴമുണ്ട്, കടലിൻ്റെ വലിപ്പം.